നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നമ്മളിൽ പലരും വിമാനത്തിൽ യാത്ര ചെയ്തവരോ ചെയ്യുന്നവരോ അഥവാ യാത്ര ചെയ്യേണ്ടവരോ ആയിരിക്കാം. വിമാനയാത്രക്കിടയിൽ പലപ്പോഴും പലരും നേരിടുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ചെവിയടപ്പ്. എന്തുകൊണ്ടാണ് ചെവിയടപ്പ് ഉണ്ടാകുന്നത്? സ്വയം പരിചരണ മാർഗങ്ങളിലൂടെ ഈ ചെവിയടപ്പ് എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ മധ്യചെവിയിലെ വായുമർദ്ദവും പരിതസ്ഥിതിയിലെ വായുമർദ്ദവും സന്തുലിതമാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചെവിയിലെ സമ്മർദ്ദമാണ് എയർപ്ലെയിൻ ഇയർ എന്നറിയപ്പെടുന്ന ചെവിയടപ്പ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ ലാൻഡിങ്ങിനായി ഇറങ്ങുകയോ ചെയ്യുമ്പോഴാണ് ഇപ്രകാരം ചെവിയിൽ മർദ്ദവ്യത്യാസം അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ മർദ്ദവ്യത്യാസം അനുഭവപ്പെടുമ്പോൾ എയർപ്ലെയിൻ ഇയർ എന്നറിയപ്പെടുന്ന ചെവിയടപ്പ് അനുഭവപ്പെടുന്നു. എയർപ്ലെയിൻ ഇയർ എന്നറിയപ്പെടുന്ന ചെവിയടപ്പ് പലപ്പോഴും ഒരു ചെവിയിൽ മാത്രമായോ അതല്ലെങ്കിൽ രണ്ട് ചെവികളുമായോ സംഭവിക്കാം. ചെവിയിൽ മിതമായ അസ്വസ്ഥത അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക, ചെവിയിൽ സമ്മർദ്ദം അനുഭവപ്പെടുക, ചെവി അടപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ചെറിയ തോതിൽ ശ്രവണ നഷ്ടം അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. എയർപ്ലെയിൻ ഇയർ എന്നറിയപ്പെടുന്ന ചെവിയടപ്പ് കഠിനമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ചെവിയിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുക, ചെവി സമ്മർദ്ദം വർദ്ധിക്കുക, മിതമായതും കടുവുമായ ശ്രവണ നഷ്ടം സംഭവിക്കുക, ചെവിയിൽ മുഴക്കം അനുഭവപ്പെടുക, തലകറക്കം അനുഭവപ്പെടുക, ചെവിയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. മധ്യ കർണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന യുസ്റ്റാച്ചിൻ ട്യൂബ് എന്ന ഇടുങ്ങിയ ഭാഗമാണ് ചെവിക്കുള്ളിലെ വായുമർദ്ദം നിയന്ത്രിക്കുന്നത്. മധ്യചെവിയിലെ വായുമർദ്ദവും അന്തരീക്ഷത്തിലെ വായുമർദ്ദവും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ ഇയർ ഡ്രം അഥവാ ടിംപാനിക് മെംബ്രെയിൻ കമ്പനം ചെയ്യുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് കാരണമാണ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എയർപ്ലെയിൻ ഇയർ എന്നറിയപ്പെടുന്ന ചെവിയടപ്പ് സംഭവിക്കുന്നത്. വിമാനം ഉയരുകയോ താഴുകയോ ചെയ്യുമ്പോൾ വായുമർദ്ദം അതിവേഗം മാറുന്നു. ഈ സന്ദർഭത്തിൽ യുസ്റ്റാച്ചിൻ ട്യൂബിന് പലപ്പോഴും വേണ്ടത്ര വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയാതെ വരുന്നു. ഇത് കാരണം ചെവിയടപ്പ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. സ്കൂബ ഡൈവിംഗ്, ഹൈപ്പർബാറിക് ഓക്സിജൻ അറകൾ, യുദ്ധമേഖല പോലെ സമീപ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടക്കുന്ന ഇടങ്ങൾ, ഉയരമുള്ള കെട്ടിടത്തിൽ എലിവേറ്ററിൽ കയറുമ്പോഴോ പർവ്വതങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴോ ഒക്കെ ഇത്തരത്തിൽ ചെവിയടപ്പ് സംഭവിക്കാവുന്നതാണ്. യുസ്റ്റാച്ചിൻ ട്യൂബിന് തടസ്സമുണ്ടാകുന്നതോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തുന്നതോ ആയ ഏതൊരവസ്ഥയും എയർപ്ലെയിൻ ഇയർ എന്നറിയപ്പെടുന്ന ചെവിയടപ്പിന് കാരണമാകാം. ചെറിയ യുസ്റ്റാച്ചിൻ ട്യൂബ് ഉള്ളവരിൽ, പ്രത്യേകിച്ച് ശിശുക്കളിലും കുട്ടികളിലും ഇതുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ജലദോഷം, സൈനസൈറ്റിസ്, ഹേ ഫീവർ അഥവാ അലർജിക് റൈനൈറ്റിസ്, മധ്യചെവിയിലെ അണുബാധ അഥവാ ഒട്ടൈറ്റിസ് മീഡിയ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവരിൽ എയർപ്ലെയിൻ ഇയർ അഥവാ ചെവിയടപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വിമാനം ഉയരുമ്പോഴും താഴുമ്പോഴും ഉറങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എയർപ്ലെയിൻ ഇയർ അഥവാ ചെവിയടപ്പ് സാധാരണഗതിയിൽ ഗുരുതരമാകാറില്ല. ചില സ്വയം പരിചരണ മാർഗത്തിലൂടെ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അവസ്ഥ ഗുരുതരമോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുമ്പോഴോ അതല്ലെങ്കിൽ ചെവിയുടെ അകത്തെ ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ ദീർഘകാല സങ്കീർണതകൾ അപൂർവമായി സംഭവിച്ചേക്കാം. അപൂർവമായി ഇത് ചെവിയിൽ സ്ഥിരമായ മൂളലിനും ചിലപ്പോൾ കേൾവിക്കുറവിലേക്കും നയിച്ചേക്കാം. എയർപ്ലെയിൻ ഇയർ അഥവാ ചെവിയടപ്പ് ഒഴിവാക്കുവാനായി ചില നുറുങ്ങുകൾ പാലിക്കാവുന്നതാണ്. വിമാനം ഉയരുമ്പോഴും താഴുമ്പോഴും കോട്ടുവ ഇടുകയോ അല്ലെങ്കിൽ വെറുതെ വിഴുങ്ങുകയോ ചെയ്യുക. ഇതിലൂടെ യുസ്റ്റാച്ചിൻ ട്യൂബുകൾ തുറക്കുന്ന പേശികൾ സജീവമാകുന്നു. വിഴുങ്ങൽ പ്രക്രിയ സുഗമമാക്കുന്നതിന് വേണമെങ്കിൽ മിഠായി നുണയുകയോ അല്ലെങ്കിൽ ചൂയിങ്കം ചവയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മൂക്കിന് മുകളിൽ വിരലുകൾ കൊണ്ട് അമർത്തിപ്പിടിച്ച് ഒപ്പം വായ അടച്ചു പിടിച്ച് മൂക്കിലൂടെ വായു പുറത്തേക്ക് വിടുവാൻ ശ്രമിക്കുന്നത് പോലെ ചെയ്യുക. ഇതിലൂടെ ചെവിക്കും എയർപ്ലെയിൻ ക്യാബിനും ഇടയിലുള്ള മർദ്ദം
തുല്യമാകുന്നു. ഇത് പലതവണ ആവർത്തിക്കാം. പ്രത്യേകിച്ച് വിമാനത്തിന്റെ താഴേക്കുള്ള ഇറക്കത്തിൽ ഇത് പലതവണ ആവർത്തിക്കാവുന്നതാണ്. ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് സമയത്തും ഉറങ്ങരുത്. കാരണം ഉണർന്നിരിക്കുകയാണെങ്കിൽ ചെവിയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ചില സ്വയം പരിചരണ മാർഗങ്ങൾ പാലിക്കുന്നതിലൂടെ, അതായത് കോട്ടുവായിടുക, വിഴുങ്ങുക, അല്ലെങ്കിൽ ചൂയിങ്കം ചവയ്ക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ സാധാരണയായി വായു മർദ്ദത്തിലെ വ്യത്യാസങ്ങളെ മറികടക്കാവുന്നതാണ്. ഇതിലൂടെ ചെവിയുടെ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാധിക്കും. എന്നിരുന്നാലും ചെവിയുടെ പ്രശ്നങ്ങൾ ഗുരുതരമാവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ നേരിൽ കാണേണ്ടതാണ്. വിമാനം ഉയരുമ്പോഴും താഴുമ്പോഴും ഇയർ പ്ലഗുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇയർ പ്ലഗുകൾ ഉപയോഗിക്കുന്നതിലൂടെ കർണപടലത്തിന് എതിരായ മർദ്ദത്തെ സാവധാനം തുല്യമാക്കുന്നു. മെഡിക്കൽ സ്റ്റോറുകൾ, എയർപോർട്ട് ഗിഫ്റ്റ് ഷോപ്പുകൾ അല്ലെങ്കിൽ ശ്രവണ ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇയർ പ്ലഗുകൾ വാങ്ങാവുന്നതാണ്. ഇയർ പ്ലഗ് ഉപയോഗിക്കുമ്പോഴും ചെവിയിലെ സമ്മർദ്ദം ഒഴിവാക്കുവാൻ കോട്ടുവായിടുകയും വിഴുങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. ജലദോഷം, സൈനസ് അണുബാധ, മൂക്കിലെ കൺജഷൻ, ചെവിയിലെ അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളപ്പോൾ കഴിയുമെങ്കിൽ വിമാനയാത്ര ഒഴിവാക്കുക. അടുത്തിടെ ചെവിയിൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളവരാണെങ്കിൽ എപ്പോഴായിരിക്കും യാത്ര സുരക്ഷിതമാവുക എന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. രോഗിയുടെ ചരിത്രം വിലയിരുത്തുന്നതിലൂടെയും ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം ഉപയോഗിച്ച് നടത്തുന്ന ചെവിയുടെ പരിശോധനയിലൂടെയും രോഗനിർണയം നടത്തുവാൻ സാധിക്കും. എയർപ്ലെയിൻ ഇയർ അഥവാ ചെവിയടപ്പ് സാധാരണയായി മിക്കവരിലും സാവധാനം സുഖപ്പെടുന്നു. എന്നാൽ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സമ്മർദ്ദം തുല്യമാക്കുവാനും രോഗലക്ഷണങ്ങൾ ഒഴിവാക്കുവാനും ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. മരുന്നുകൾ, നേസൽ സ്പ്രേകൾ, വേദന സംഹാരികൾ എന്നിവ ചികിത്സയ്ക്കായി നിർദ്ദേശിച്ചേക്കാം. കർണപുടം പൊട്ടൽ പോലെയുള്ള ഗുരുതരമായ പരിക്കുകൾ പോലും സാധാരണയായി സ്വയം സുഖപ്പെടുന്നു. വളരെ അപൂർവമായി ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നു. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.